ഹലോ ഗൈസ്, വെൽക്കം ടു GAT എക്സ്പ്ലോറിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് പോകുന്നത് മൂന്നാറിനോട് അടുത്ത് കിടക്കുന്ന മാൻകുളത്തേക്കുള്ള ട്രിപ്പാണ് നമ്മളിന്ന് പോകുന്നത്. അത് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് മനീഷ് ബ്രോ, ജിസ് ബ്രോ, ഷിവിൻ ബ്രോ, ഉണ്ണി ബ്രോ, നമ്മൾ 5 പേരും കൂടെയാണ് ഇന്നത്തെ ട്രിപ്പ് ആനക്കുളത്തിലേക്ക് വിട്ടു പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ആദ്യമായിട്ട് കാണുന്നൊരു വെള്ളച്ചാട്ടമാണ് ചീയാപ്പാറ വെള്ളച്ചാട്ടം. ഒരു ഉഗ്രൻ വെള്ളച്ചാട്ടം തന്നെയാണിത്. വെള്ളച്ചാട്ടം കണ്ട് കഴിഞ്ഞില്ല, അപ്പോഴത്തേക്ക് നമ്മുടെ ഷിവിൻ ബ്രോ ആണ്ട് അപ്പുറത്തെ കടയിൽ നിന്ന് ഓടക്കൊള്ളി വിടും. ഷിവിൻ ബ്രോയുടെ പണി കഴിഞ്ഞപ്പോൾ ഉണ്ണി ബ്രോ അടുത്ത പണി തുടങ്ങി. ബ്രോ ഓടക്കൊള്ളി വെച്ചില്ല, അപ്പുറം കിളിയുടെ ഒരു ശബ്ദവുമായിട്ട് ജിസ് ബ്രോ വന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജിസ്പ്രോയുടെ കലാപരിപാടി കഴിഞ്ഞതോടനെ ഈ കിഡിലൊരു മുളേരി പായസം വന്നു. വെറും 60 രൂപ മാത്രമേ ഉള്ളൂ. നല്ല ഒന്നാം തരം പായസമാണിത്. നല്ല ഒന്നാം തരം ചൂട് പായസം കുടിച്ചു തീർന്നപ്പോൾ ഉണ്ണിക്കൊരാഗ്രഹം, വെള്ളച്ചാട്ടത്തിൻ്റെ പൊക്കത്തോട്ട് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് ആ ചേട്ടൻ പറഞ്ഞു തന്നു രണ്ട് കാര്യമേ ഉള്ളൂ. നിങ്ങൾ വന്ന വഴി പുറകോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഒരു ഷാപ്പുണ്ട്. ആ ഷാപ്പിൻ്റെ അവിടുന്ന് മേരിയമ്മയുടെ പേര് മാത്രം ചോദിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ മേരിയമ്മേനെ തേടി ഇറങ്ങി. മേരിയമ്മയുടെ പേര് ചോദിച്ച് ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്കാണ്ട് ആദ്യം ഞങ്ങൾ ഷാപ്പ് കണ്ട കഴിഞ്ഞ ഉടനെ റൈറ്റിലേക്ക് ഒരു വഴി കിടക്കുന്നത് കണ്ട് അവിടുന്ന് ഞങ്ങൾ പൊക്കത്തോട്ട് കയറി. പക്കാ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്കാ ഫോറസ്റ്റാണ്. ആകെ ഒരു സ്കൂട്ടറുകാരനെ കണ്ടുള്ളൂ. ആ സ്കൂട്ടറുകാരനാണ് നിർത്തിയ പോലുമില്ല, പുള്ളി വിട്ടുപോയി. പിന്നെ ഞങ്ങൾ അങ്ങനെ നീണ്ടു പോയി. അങ്ങോട്ട് നേരെ ചെന്നപ്പോഴത്തേക്ക് ഒരു കട, അത് നേരെ മീരിയമ്മയുടെ കടയായിരുന്നത്. നേരെ മീരിയമ്മയുടെ കടയുടെ അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി ചെന്നതും ഷിവിൻ ബ്രോയും ഉണ്ണിയും കൂടെ ഒറ്റ പോക്കായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് പോകുന്ന പോലെയാണ് അവരുടെ ഓട്ടം. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി അങ്ങനെ നേരെ കയറി ചെന്ന് നേരെ മീരിയമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കായിരുന്നു. നേരെ മീരിയമ്മ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മീരിയമ്മ ഞങ്ങൾക്ക് ഒരു പരിചയം പോലുമില്ല. കണ്ടത് ഞങ്ങളെ ചിരിച്ച് കാണിച്ച് ആദ്യം ചോദിച്ചത് മക്കളെ വെള്ളം വേണമെന്നാണ് ചോദിച്ചത്. അതുപോലെയായിരുന്നു ഷിവിൻ ബ്രോയുടെ കിതപ്പ്. അങ്ങനെ ഞങ്ങൾ മീരിയമ്മയായിട്ട് സംസാരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്ന് കയറി വരുന്നത് ഇങ്ങോട്ട്? ആ റൂട്ടൊന്ന് ചോദിച്ചാ. 6 മൈലിന് അവിടെ നേരെ കയറി വന്നാൽ അവിടെ താഴെ ചോദിച്ചപ്പോ ആ പടം പറഞ്ഞ 2 പേരേ ഉള്ളൂ. മറ്റേ ഞാൻ പറഞ്ഞ ടോപ്പ് വെള്ളച്ചാട്ടന്റെ ചോദിക്കുക, പിന്നെ മേരിവച്ചിന്റെ പേര് 2 വാക്ക് താഴെ പറഞ്ഞു. പിന്നെ അമ്മയുടെ പേര് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ ചോദിച്ചു ഇങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ മേരിയമ്മയായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ഉടനെ അവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലേക്കുള്ള പോക്കാണ്. ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. എപ്പം വീണെന്ന് മാത്രം ചോദിച്ചാൽ മതി. ഒരു വെയ്ത്ത് ഞങ്ങൾ കയറി ആ സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയാണ് 2 പേരും ആദ്യം ഓടുന്നത്. അങ്ങനെ വെള്ളത്തിൻ്റെ ടോപ്പിലെത്തി ഞങ്ങൾ. അയ്യ, ഒരു രക്ഷയില്ലാത്ത ഒരു കിഡിലിന സ്പോട്ടാണിത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട ഒരു കിഡിലിന സ്പോട്ട് തന്നെയാണിത്. ചീയാപ്പാറ ടോപ്പ് എന്ന് പറയുന്നത്. ഇത് ചീയാപ്പാറ താഴ്ഭാഗമാണ് ഈ കാണുന്നത്. നമ്മൾ ഇവിടെ നിന്നുമാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഈ ഒരു സ്പോട്ടിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ മാത്രം വരാൻ ശ്രമിക്കുക, അല്ലാത്തവർ വരാൻ ശ്രമിക്കരുത്. അത്രയും ഡേഞ്ചർ പിടിച്ച ഒരു പ്ലേസ് തന്നെയാണിത്.
ഈ ഒരു സ്പോട്ടിൽ വന്നത് സമയം പോയതുപോലും നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ മേരിമഴ ടാങ്ക്സ് ഒക്കെ പറഞ്ഞ് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വിട്ടുപോകുന്നു. അങ്ങനെ ഞങ്ങൾ 8 മണി ആയതോടെ ആനക്കുളം സ്പോട്ടിൽ എത്തിയതും ആനകൾ കുളിക്കുന്നതാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. മഴയായതുകൊണ്ട് നേരത്തെ ഇറങ്ങിയതാണെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. അല്ലെ 10 മണി 11 മണിയാവും ആന കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത്. ഈ സ്പോട്ടിൽ നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നേരെ റൂമിലേക്ക് എത്തി. നല്ല കിടുവിട്ട് മഴയായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും വെളിയിൽ നിന്ന് എടുക്കാൻ സാധിച്ചില്ല. നേരെ നമ്മുടെ റൂമിൻ്റെ താഴെ തന്നെ നല്ല കിടുക്കാച്ചി ഒരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. നമുക്ക് പക്ഷേ അവിടെ രാത്രി ഇറങ്ങാൻ പറ്റത്തില്ല. 6 PM തൊട്ട് ഈ വെളുപ്പിന് 6 AM വരെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ആന കയറി വരാതിരിക്കാൻ വേണ്ടി കറണ്ട് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി നൈറ്റ് ആരംഭിച്ച്. ഇതിനിടെ ഫോൺ കുത്തിയിടാൻ ശിവൻ ബ്രോയുടെ കൊടുത്തു വിട്ടതാണ്. അത് ഉമ്മച്ചൻ തട്ടിപ്പിടിച്ച് മേടിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ. ഹലോ ഗായ്സ്, നമ്മുടെ ഉണ്ണിക്കുട്ടനും ഗോവിലാൽ കുട്ടനും അബിക്കുട്ടനും എല്ലാ കുട്ടന്മാരോടും കൂടിയിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടികൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിസ്മോനുണ്ട്, വെറും നോക്കുകുത്തിയായിട്ട് അവിടെ നിൽക്കുന്ന ജിസ്മോനുമുണ്ട്. അങ്ങനെ 4 പേരും കൂടി ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടികളുടെ സംവിധാനത്തിലാണ്. പക്ഷേ എന്താകുമോ എങ്ങനെയാകുമോ എന്ന് കഴിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അവസാനം ഒഴിക്കേണ്ട നാരങ്ങ ആദ്യം ഒഴിക്കണമെന്നാണ് ഉണ്ണിക്കുട്ടൻ പറയുന്നത്. ഉണ്ണിക്കുട്ടൻ പറയുന്നതിന് ആ സത്യമാണോ കാര്യമാണോ ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ശിവനാച്ചി പറഞ്ഞു ഒഴിക്കരുതെന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ നരിച്ചീറുണ്ട്. ഇതിനി എന്താകുമോ എങ്ങനെയാകുമോ എന്ന് ഒരു പെടുത്തോ എനിക്കും ഇല്ല. അങ്ങനെ നമ്മുടെ ഉണ്ണിച്ചൻ കരിയാഞ്ഞാഞ്ഞ് കത്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കനും കപ്പയും റെഡിയായി. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് ആദ്യം തന്നെ ഉമ്മച്ചൻ ബ്രോയ്ക്കാണ് കഴിക്കാൻ കൊടുക്കുന്നത്. എങ്ങനെയാണ് ഉമ്മച്ചൻ്റെ അഭിപ്രായം എങ്ങനെയാണ് നമുക്ക് നോക്കാം. പൊളി. രാവിലെ നേരം വെളുത്തതും നമ്മുടെ റൂമിൻ്റെ സൈഡിൽ തന്നെ ആനകൾ കുളിക്കുന്ന ഒരു പക്ക വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഈ ആനക്കുളത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് 2 നേരവും ആനയെ കാണാൻ പറ്റുന്നത്. ആനയെ കണ്ടു കഴിഞ്ഞതോടെ തന്നെ നമ്മൾ കിടുക്കാച്ചി ഓഫ് റോഡിങ്ങിന് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഓഫ് റോഡിങ്ങിനിടെ ഒരു കിടുക്കാച്ചി വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡ് ട്രിപ്പ് ഒരു വിധത്തിൽ അവസാനിപ്പിച്ചു. നടുവനക്കാൻ മേലാതെ. എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.